ഫിഷ് മന്തി സ്പെഷ്യൽ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ മന്തി ഉണ്ട്, പിന്നെ അഫ്ഗാൻ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുണ്ടോ? അഫ്ഗാനി ചിക്കൻ ഉണ്ട്. അഫ്ഗാനി ചിക്കൻ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലക്ഷം രൂപ ഊതുണ്ട്. അടിപൊളി. അത് ഏറ്റവും സ്പെഷ്യൽ അൽഫാം അല്ലേ? അപ്പോൾ നമുക്ക് അതുകൂടെ ടേസ്റ്റ് ചെയ്യാം. ഹായ് ഹലോ നമസ്കാരം, ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആങ്കർ വ്ളോഗിൽ ഞാനിവിടെ ചന്ദനത്തോപ്പിലാണുള്ളത്. ചന്ദനത്തോപ്പിൽ നമ്മുടെ റിലയൻസിൻ്റെ പമ്പിന് ഓപ്പോസിറ്റായിട്ട് ജെയ്ത്തൂണിലാണുള്ളത്. കുറച്ച് നാൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, വീണ്ടും ഗ്യാപ്പ് വന്നു. അപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പിലൂടെ ഞാൻ ഒരു വീഡിയോയിലേക്ക് വന്നു. ആ വീഡിയോ വരുമ്പം കുറച്ച് നല്ല ഫുഡിൻ്റെ കുറച്ച് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജെയ്ത്തൂണിലുള്ളത്. ഫിറോസുക്കാണ് എന്നോടൊപ്പം ഉള്ളത്. ഫിറോസുക്കാണ് ഷോപ്പാണത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ചന്ദനത്തോപ്പിൽ ഏറ്റവും നല്ല മന്തി സ്പെഷ്യൽ കിട്ടുന്നൊരു ഷോപ്പാണ്, പ്രത്യേകിച്ച് ഫിഷ് മന്തി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫിറോസുക്കാട് തന്നെ ഒന്ന് ചോദിക്കാം. ഇവിടെ ആദ്യം ഇക്കാടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് ആയിരുന്നു. ഈ ഹോട്ടലിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം ആദ്യം കുറച്ച് നമ്മൾ സ്റ്റാർട്ടപ്പിൽ നല്ലല്ലോ വന്നു, ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി, വീണ്ടും നമ്മൾ റീഓപ്പൺ ചെയ്യും. ഇപ്പം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കിപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയുള്ള? സ്പെഷ്യൽ നമ്മൾ ഫിഷ് മന്തി ഉണ്ട്, ജെയ്ത്തൂൺ സ്പെഷ്യൽ മന്തി ഉണ്ട്. അതെന്താണ് സംഭവം? അത് ഒരു ഗ്രില്ല് ചെയ്തിട്ട് സ്പെഷ്യൽ മസാല കോട്ട് ചെയ്തെടുക്കും. നമ്മുടെ ജെയ്ത്തൂണിൻ്റെ സ്പെഷ്യൽ മസാല അതുണ്ട്. പിന്നെ ഫിഷ് ഉണ്ട്, ഫിഷ് മന്തി സ്പെഷ്യൽ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ മന്തി ഉണ്ട്, പിന്നെ അഫ്ഗാൻ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുണ്ടോ? അഫ്ഗാനി ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുകൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യല്ലേ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒറിജിനലായിട്ടുള്ള സാധനങ്ങളാണ്. നട്ട്സ് ആയാലും ബദാം ആയാലും അല്ലേ, എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. മബ്രൂം, മറിയം, സുക്കരി, അങ്ങനെയുള്ള പല ബ്രാൻഡ് ഐറ്റംസും നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലക്ഷം രൂപ ഊതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാനൊരു വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. സത്യമാണ്, 2 ലക്ഷം രൂപ ഊതാണ് അത്. അതെ, ഒരു മില്ലിക്ക് എത്ര രൂപയാണ്? 3 ml 3 ml 1 ml 1000 രൂപ വെച്ച് കൊടുക്കത്തില്ല. അത് 1 ml എന്ന് പറഞ്ഞാൽ ഒരു തേപ്പിന് തീർന്നു, 1 ml തീർന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഊതും കാണാം, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ജെയ്ത്തൂണിൽ ഇവിടുത്തെ ഭക്ഷണം നേരത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പം രണ്ടാമത് വരാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഫിഷ് മന്തി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ഫിഷ് മന്തി എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. പല മീനുകളാണ് ഈ മന്തിയിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏത് ഫിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ ചെമ്പല്ലി നമ്മൾ ചെയ്തേക്കുന്നത്. ചെമ്പല്ലി, അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് മീൻ തന്നെയാണ്. അതായത് മീനിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അല്ലേ? അമ്മൂർ അതാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് ഗ്രില്ലി ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഗ്രില്ലി ആയിട്ടാണ്. പിന്നെ ഇതെന്താണിത്? അത് സ്പെഷ്യൽ നമ്മൾ അൽഫാം മന്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പീസും കൂടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ. സ്പെഷ്യൽ അൽഫാം മന്തി, പിന്നെ അഫ്ഗാനി ചിക്കൻ ഉണ്ട്. ഈ അഫ്ഗാനി ചിക്കൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നട്ട്സ് അരച്ച് ചെയ്യുന്നതാണ്. നട്ട്സ് ഫുള്ള് നട്ട്സ് ആണ് അല്ലേ? നട്ട്സിന്റെ ഫ്ലേവറാണ്. പിന്നെ അതെന്താണ്? പിന്നെ ഗ്രില്ലിയോ, ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് അതിനൊരു സ്പെഷ്യൽ മസാല കോട്ടിങ് കഴിച്ചു നോക്കിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം എനിക്ക് അഫ്ഗാൻ തന്നെ ഒന്ന് നിന്റെ പേരെന്താ? മുഹമ്മദ് തമാൻ. ഒന്ന് സെർവ് ചെയ്താ കേട്ടോ. ഒരു പീസ് ചകര പീസ് എടുത്ത് നൈഫ് എടുത്തിട്ടോ. അപ്പം നമ്മുടെ ഇവൻ്റെ പേര് ഞാൻ മറന്നു. പേരെന്നോട് പറഞ്ഞാ? മുഹമ്മദ് തമാൻ. അവൻ അഫ്ഗാൻ എന്ന് പറയാൻ പോയി, അതിൻ്റെ പേര് പറയാൻ പോയി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇത് സാധനം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. നട്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ കിസ്മിസ് ഉണ്ടല്ലേ, ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അത് അഫ്ഗാൻ്റെ തന്നെ കിസ്മിസ് ആയതുകൊണ്ട് അഫ്ഗാനി തന്നെ. ഇത് ക്രിസ്മസ് കൂടെ എടുത്തിട്ടോ നോക്കാം, എങ്ങനെ ഉണ്ടോ നോക്കാം. കാര്യം ഇത് സെർവ് ചെയ്യുന്നൊരു പ്രത്യേക സ്റ്റൈലാണിത്. ഓക്കെ, അതെടുത്തിട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടെ എന്താ കഴിക്കാൻ നല്ലത്?
ഇത് കൂടെ കഴിക്കാൻ ബ്രെഡ് പൊറോട്ട ആയിരിക്കും ബെസ്റ്റ്. പൊറോട്ടയാണോ? പൊറോട്ട, ചപ്പാത്തി. അപ്പോൾ പൊറോട്ടയും വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു പൊറോട്ടയുടെ പകുതി എടുക്കാം. ഒരു പൊറോട്ടയുടെ പകുതി എടുത്ത് നോക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യുന്നു. അല്ലല്ല, നമ്മൾ സ്ഥിരം കഴിക്കുന്നില്ല. അപ്പോൾ അഫ്ഗാൻ ചിക്കൻ്റെ കൂടെ നമ്മൾ പൊറോട്ട കൂടെ ആഡ് ചെയ്ത് കഴിക്കാം. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രില്ല് ചെയ്ത ചിക്കനല്ലേ. ഗ്രില്ല് ചെയ്ത ചിക്കനകത്ത് നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നട്ട്സ് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നട്ട്സ് അല്ലാതെ ഇടുന്നുണ്ട്, പിന്നെ കിസ്മസ് ഇടുന്നുണ്ട്. നോക്കട്ടെ. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തല്ലേ ഇങ്ങനല്ലേ കഴിക്കണ്ടേ? അതെ അതെ. ഈ പ്രഷർ കൊടുക്കട്ടെ. ഇനി ഞാൻ കഴിക്കാം. അടിപൊളി മധുരമുണ്ട് ഇതിനകത്ത്, ചെറിയ മധുരം. എനിക്കാണ് കിസ്മസും നട്ട്സിൻ്റെയും കൂടെ ഇതും കൊണ്ടാണ് അല്ലേ? കിസ്മസ് ഇതിനകത്ത് അരച്ചിട്ടുന്നതാണോ? അതെ അതെ. നട്ട്സ് ഒരു ക്രീമി ടേസ്റ്റിയാണ്. സൂപ്പർ സാധനം കേട്ടോ. ഇത് ക്വാർട്ടറാണോ അത്? അതെ, ക്വാർട്ടർ പോർഷൻ. ഞാൻ ഇതുകൂടെ കഴിച്ചോട്ടെ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ പറയുന്നതല്ല. കാര്യം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫുഡിൻ്റെ വ്ളോഗ് കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അഫ്ഗാനി ചിക്കൻ കഴിക്കുന്ന ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അതിനകത്ത് ഈ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കിസ്മിസ് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കിസ്മിസ് അല്ലാതെ ഇടുന്നുണ്ട്, നട്ട്സും അല്ലാതെ ഇടുന്നുണ്ട്. കിസ്മിസ് അരച്ച് ചേർക്കില്ല നമ്മൾ, നോർമലി ഇടത്തേ ഉള്ളൂ അല്ലേ? കിസ്മിസ് അരച്ച് ചേർക്കില്ല. അപ്പോൾ ഈ സ്വീറ്റ്സ് അല്ല, ഈ മധുരത്തിന് ഇത് വരുന്നത് എനിക്ക് വേറെ നെയ്യും അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? നെയ്യ് ബട്ടർ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പോർഷൻ എനിക്കിത് കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. ഇതുകൂടെ ഞാൻ കഴിക്കുക. ടേസ്റ്റ് ഇനി ഇത്ര സാധനമിരിക്കുക, ഒരു വയറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത സാധനത്തിലേക്ക് പോകണം. ഇനി എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഫിഷ് മന്തി കഴിച്ചോ. ഇപ്പോൾ നമുക്ക് ഫിഷ് മന്തിയും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഇല്ലേക്കാ, ഇത് മീൻ ഏതാണെന്ന് പറഞ്ഞത്? ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് റൈസും അല്ലേ? ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസ് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിഷ് മന്തി കഴിക്കുന്നത്. അപ്പോൾ അത് മന്തിക്കെല്ലാം ഒരേ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലയോ? സെയിം ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് ഫിഷ് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. സലാഡ് വരുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് നല്ല എന്താ ജ്യൂസി ടൈപ്പ് ആയിട്ടുണ്ട് ഇതെല്ലാം. അതാണ്ടോ, ഇത് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് കഴിച്ചു പോകട്ടെ. സാധാരണ ചിക്കൻ നമ്മളതിനകത്തിട്ട് കഴിക്കുമ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവർ ഇതിനകത്തില്ല. പക്ഷേ ഇത് ഒരു വെറൈറ്റി ഫ്ലേവറുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയ സ്പൈസി അല്ലേ? ചെറിയ സ്പൈസി വരും അല്ലേ? കൊള്ളാം, സൂപ്പർ. നമ്മുടെ സേത്തുള്ള സ്പെഷ്യൽ ഐറ്റം കൊള്ളാം. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താ ഉള്ളത്? പിന്നെ നമ്മുടെ സേത്തൂൺ സ്പെഷ്യൽ അൽഫാം അല്ലേ? അപ്പോൾ നമുക്ക് അതുകൂടെ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഞാനും അഞ്ചേട്ടനോട് ഇരുന്നിട്ട് ഇത് ഫിനിഷ് ചെയ്തോളാം. ഇതും കൂടെ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ സൈത്തുള്ള സ്പെഷ്യൽ ഐറ്റമാണ് അൽഫാം അല്ലേ? സ്പെഷ്യൽ അൽഫാം. അതിനെന്താ നോക്കട്ടെ, അൽഫാം എന്താ സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. റൈസ് എല്ലാം സെയിം തന്നെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ? ഈ ചിക്കനകത്തുള്ള സ്പെഷ്യലാണ് വരുന്നത്. നോക്കാം. ചിക്കൻ സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? 10 വർഷമായി. നേരത്തെ എവിടെ ആയിരുന്നു? കിളിമാനൂർ. മലയാളം നല്ലപോലെ പറയുന്നുണ്ട്. എവിടെ, പുറത്തെവിടെ? ഈ സ്ഥലത്താണ്? കേരളത്തിന് വെളിയിൽ? ബീഹാർ. എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും? ആ, ഇത് എനിക്കൊന്ന് ചോറിൻ്റെ ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഈ അൽഫാമിൻ്റെ ഒരു സംഭവമാണ് മതി. ഇത് രണ്ടും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പയ്യെ സംസാരിക്കുന്ന അപ്പുറത്തിപ്പുറത്തൊക്കെ കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട്. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനാണ്. ഡയറ്റായ സമയത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവം ചെയ്യാനായിട്ട് വിളിച്ച്. ഇതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഇതിനകത്ത് സ്പെഷ്യൽ
സോസുണ്ട്. ആ സോസാണിത് കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടോ? ഒനിയൻ ഉണ്ടല്ലേ. സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് അത്. നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. നമ്മുടെ സ്പെഷ്യലല്ലേ ഇത്. പറഞ്ഞു കൊടുത്താൽ ചെയ്യുമോ? പേടിയില്ല, കൈപ്പുണ്യം വേണം. ക്യാപ്സിക്കത്തിൻ്റെയും ഒനിയൻ്റെയും ചെറിയൊരു ഫ്ലേവർ വരുന്നുണ്ട്. മസാല ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൈത്തൂണിൻ്റെ വിശേഷം. ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ ഫിഷ് മന്തി. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്തിരിക്കൽ ഉറപ്പായിട്ടും നമ്മുടെ കൊല്ലം, അതുപോലെ തന്നെ കൊട്ടാരക്കര റൂട്ടിൽ നമ്മുടെ ചന്ദനത്തോപ്പിൽ റിലയൻസിൻ്റെ പമ്പിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സൈത്തൂണുള്ളത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഫുഡിൻ്റെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് അനീഷ് ഖാൻ.